ഹലോ, ഒരു രൂപ പോലും ചിലവില്ലാതെ സീറോ കോസ്റ്റിൽ ബോ പാറ്റേൺ അല്ലെങ്കിൽ സ്റ്റെൻസിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫോൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതില്ലാത്തവർ അത് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ അതിൽ നമുക്ക് എന്ത് സെർച്ച് ചെയ്താലും കിട്ടും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇവിടെ ഞാൻ ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ട് ബോ പാറ്റേൺ എന്ന്. അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് പാറ്റേൺ നമുക്ക് കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പാറ്റേൺ നമുക്ക് താഴെ കിട്ടും കേട്ടോ, ഇമേജസ് ഒക്കെ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഗാലറിയിൽ ഉണ്ടാവുമല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു വേറൊരു ആപ്പും കൂടി നമുക്ക് ആവശ്യമാണ്. അതായത് പേപ്പർ കോപ്പി എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പോൾ അതും ഇല്ലാത്തവർ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അത് നമുക്കത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലൂടെ നമുക്ക് ഗാലറി ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പം നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ഒരു പിക്ചറാണ് കേട്ടോ. അത് നമുക്ക് ഇതിൽ സൂം ചെയ്യാം, എത്ര വലുതാക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. സൂം ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു പേപ്പർ കോപ്പി ആപ്പിലുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി വലിയൊരു ഒരു ഇമേജസ് ഒക്കെ ആക്കണമെങ്കിൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് അവിടെ ലോക്ക് സ്ക്രീൻ ഉണ്ടാവും കേട്ടോ. അവിടെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. എത്രയാണ് വേണ്ടതെന്ന് വെച്ചത് അതിൻ്റെ സൈസ് നമ്മൾ ആക്കിയതിന് ശേഷം ലോക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിത് ഇതേപോലെ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ ആ ഒരു പിക്ചർ മൂവ് ചെയ്യില്ല കേട്ടോ, അതേപോലെ അവിടെ നിൽക്കും. ഇനി നമുക്കൊരു വൈറ്റ് പേപ്പർ എടുക്കാം. പേപ്പർ എടുത്തതിന് ശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൻ്റെ മേലെ നമുക്ക് വെച്ചിട്ട് നമുക്ക് പെൻസിൽ കൊണ്ട് നന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നേരിട്ട് മേലെ നിന്ന് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഇത് കാണാത്തത്, ഇല്ലെങ്കിൽ മാറിയിരുന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ലൈറ്റിലൊക്കെ ഉണ്ടെങ്കിൽ മാറിയിരുന്ന് ചെയ്യുക. ഫോണിൻ്റെ ആ ഒരു ലൈറ്റിൽ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പം ഇതേപോലെ ഞാനിവിടെ 2 പാറ്റേണും വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം. അപ്പം സൂക്ഷിച്ച് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഇതുപോലത്തെ പാറ്റേണും സ്റ്റെൻസിലൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതുപോലത്തെ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ എന്താ പറയുക, ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഇതുപോലെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് കാശൊക്കെ ലാഭിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഒരുവിധം എല്ലാം ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ടൈം വേസ്റ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇത് ചെയ്താലും മതിയാവും. അപ്പം ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഇത് കളയാതെ എടുത്ത് വെക്കാം. ഇനി ഇത് നഷ്ടപ്പെട്ടാൽ തന്നെ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്താലും മതിയാവും കേട്ടോ. അങ്ങനെ ഞാനിത് ഇതേപോലെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതെന്താ ചെയ്യുക, ഇതേപോലത്തെ ഒരു ബുക്കിൻ്റെ ഒരു പുറം ചട്ട എന്ന് പറയും, അത് നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് പോലത്തെ ഒരു പീസ് എടുക്കുക. അതിൻ്റെ മേലെ ഈ ഒരു പീസ് പേപ്പർ വെക്കുക കേട്ടോ. പിന്നെ ഒന്ന് ഇളക്കി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതേപോലെ ആ പേപ്പറിന് മേലെ വെച്ച് നമ്മൾ നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഇപ്പം ബോ പാറ്റേണും സ്റ്റെൻസിലൊക്കെ ഒരുപാട് സൈറ്റിലും ഓൺലൈനിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാട് പൈസ വരുന്നുണ്ട്. അപ്പം നമ്മൾ പരമാവധി ചിലവ് കുറച്ച് ഇതുപോലെയൊക്കെ ചെയ്തു നോക്കുക കേട്ടോ. അപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് നല്ലോണം യൂസ്ഫുള്ളാവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പം തുടക്കക്കാർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ മറ്റൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബോയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗ്ലിറ്റർ വെച്ചിട്ടുമൊക്കെ നമുക്ക് ബോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വേറൊരു പീസാണ് ഞാനിത്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഞാനിത് ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ആ ഒരു ബോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.